അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 2, 2025 വിജയവാഡയിലെ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ അന്ന് സാധാരണ ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥർ അവരുടെ പണികളിൽ വ്യാപൃതരായിരിക്കുമ്പോഴാണ് കുറച്ചാളുകൾ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുന്നത്. കുറച്ചാളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-40ഓളം ആളുകളായിരുന്നു നേരെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് എത്തിയത്. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവരങ്ങോട്ട് ചെന്നത്. കിരൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചത്. 29 വയസ്സായിരുന്നു കിരണിന്റെ പ്രായം. ആള് കർണാടകക്കാരനായിരുന്നു. അപ്പോൾ ഒരു കല്യാണത്തിന് തെലങ്കാനയിൽ വന്നിട്ട് തിരിച്ച് ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരുന്നു ആ ഇൻസിഡൻറ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന ആ ഒരു സമയമായപ്പോഴത്തേനും ആളുടെ വൈഫ് ഇതേപോലെ തന്നെ ടോയ്ലറ്റിലോട്ട് പോയേക്കായിരുന്നു. അതിനുശേഷം ആളുടെ വൈഫിനെ അന്വേഷിച്ചിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. അതായത് കുറച്ച് നേരം കഴിഞ്ഞു, ട്രെയിൻ അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം ആ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറിൽ തട്ടി നോക്കി. കുറേ നേരം തട്ടി കഴിഞ്ഞപ്പോൾ വേറൊരാളായിരുന്നു ആ ഒരു ടോയ്ലറ്റിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വന്നത്. അതിനുശേഷം ആ ഒരു കല്യാണത്തിന് പോയിരുന്ന ആ ഒരു 30-40 പേര് കംപ്ലീറ്റ് ആ ഒരു ട്രെയിൻ അരിച്ചു വിറക്കുകയാണ്. എത്രയൊക്കെ അന്വേഷിച്ചിട്ടും മുക്കും മൂലമൊക്കെ പരിശോധിച്ചിട്ടും ആളുടെ വൈഫിനെ കണ്ടെത്താനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെയാണ് അടുത്ത വിജയവാഡയിൽ ഇറങ്ങിയിട്ട് അവർ ഇത്തരത്തിലുള്ളൊരു കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് റെയിൽവേ പോലീസിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ശത്രുക്കളുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈഫിന് വല്ല ശത്രുക്കളുണ്ടോ, അവരാരെങ്കിലും അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് കിരൺ പറഞ്ഞ മറുപടി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. അടുത്ത പോലീസിന്റെ ചോദ്യം അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതായത് ഓർണമെന്റ്സ് എത്രത്തോളം ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് ആൾ ഞെട്ടിക്കുന്ന ആ ഒരു കാര്യം പറയുന്നത്. ഏകദേശം 35 പവനോളം ഓർണമെന്റ്സ് അവർ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ പോലീസുകാർക്ക് അവരെ ചീത്ത പറയണോ അവരെ സമാധാനിപ്പിക്കണോ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ത്രീ 35 പവൻ സ്വർണ്ണമൊക്കെ ഇട്ടിങ്ങേറ്റ് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ എത്ര ആൾക്കാർ ആ ഒരു സ്ത്രീയെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു തക്കം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡ് മോഷ്ടിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു മോഷണത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ആ ഒരു സ്ത്രീയെ കാണാതായിരിക്കുന്നത് എന്നുള്ള ഒരു തോട്ടിലോട്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ കിരണിന്റെ വൈഫിന് എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടുപോയാണോ, അല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും സംഭവിച്ചതാണോ? പോലീസുകാർക്ക് ആ ഒരു സ്ത്രീയെ കണ്ടെത്താനായിട്ട് സാധിച്ചു. എങ്ങനെയാണ് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്? അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാരി ഒരു 35 പവനം ധരിച്ച് എന്തിനാണ് നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടെ കിരൺ കൂട്ടിച്ചേർക്കുന്നത്. ആ സ്ത്രീയുടെയും കിരണിന്റെയും കല്യാണം അന്നത്തെ ദിവസമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ്. മുത്തുറെഡ്ഡി വാണി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. 19 വയസ്സായിരുന്നു അവരുടെ പ്രായം. അപ്പോൾ അവരൊരു തെലങ്കാന സ്വദേശിയായിരുന്നു. തെലങ്കാനയിൽ വെച്ചിട്ടുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഈ കിരണിന്റെ വീട് കർണാടകയിലാണ്. അപ്പോൾ കർണാടകയിലോട്ട് ട്രെയിനിൽ വരുന്നതിൻ്റെ ഇടയിലായിരുന്നു ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ പോലീസുകാർക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. അവർ ഇയാളുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ, നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി, ഒക്കെ ശരി തന്നെയാണ്. എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഡെയിലി ബേസിസിൽ കാണുന്നതാണ്. അതായത് നമ്മൾ പേപ്പറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ബാക്കി പോലീസ് സ്റ്റേഷനുകളിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. നിങ്ങളുടെ വൈഫിന് വേറെ എന്തെങ്കിലും അഫെയറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇത് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇവരാരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതാവാനുള്ള സാധ്യത കാണുന്നില്ല. അതായത് കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പെൺകുട്ടി മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് അവർ നിങ്ങളെ പറ്റിച്ചിട്ട് അവരുടെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കാനുള്ളൊരു സാധ്യത ഇല്ലേ എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ഈ കിരൺ ക്ഷുഭിതനാവുകയാണ്. ഇല്ല സാർ, എൻ്റെ വൈഫ് അങ്ങനെയൊന്നും ചെയ്യൂല, അവളും ഞാനും പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത് എന്നുള്ളൊരു കാര്യം കൂടെയും ആ ഒരു സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറയായിരുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ഒരു സംശയം തോന്നാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും പ്രണയിച്ചിട്ടാണ് വിവാഹം കഴിച്ചത്. അതേപോലെ തന്നെ ആ ഒരു വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു സ്ത്രീയെ കാണാതാവുകയും ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് എവിടെ വെച്ചിട്ടാണ് കാണാണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ടാണ് അവരെ കാണാതായതെന്ന് പറയുകയാണ്. അപ്പോൾ വിജയവാഡയിലത്തെ പോലീസ് ടീം അവിടുത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊന്നും ആ ഒരു സ്ത്രീ ഇറങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ സംശയാസ്പദമായിട്ടുള്ള ആരെയും കണ്ടിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവരുടെ അടുത്ത് നേരെ തന്നെ വിശാഖപട്ടണത്തുള്ള റെയിൽവേ പോലീസിൻ്റെ അടുത്ത് ബന്ധപ്പെടാനായിട്ട് പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നേരെ ആ ഒരു വിശാഖപട്ടണത്തുള്ള പോലീസുകാരുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ അവരും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പ്രണയത്തിൻ്റെയും ഇതിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കിരൺ തൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി. കിരൺ ഒരു കർണാടക സ്വദേശിയാണ്. ആള് ജനിച്ചതും പഠിച്ചതും എല്ലാം കർണാടകയിലാണ്. അതിനുശേഷം ആൾക്ക് തെലങ്കാനയിലെ ശ്രീകാകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ജോലി ലഭിക്കുകയാണ് എക്സിക്യൂട്ടീവായിട്ട്. അങ്ങനെ ആൾ ജോലിക്കായിട്ട് അങ്ങോട്ട് എത്തുകയാണ്.
അതിനുശേഷം ലീവ് കിട്ടുന്ന സമയത്തൊക്കെ പാരൻസിനെ കാണാനായിട്ട് ആൾ കർണാടകയിലോട്ട് പോകാറുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ആൾ എപ്പോൾ ലീവിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും പല പല പെൺകുട്ടികളുടെ ഫോട്ടോസും മറ്റൊക്കെ ഇങ്ങനെ പാരൻസ് കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കല്യാണം ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇയാൾക്ക് ഒരുപാട് പെൺകുട്ടികൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്കൊന്നും ഇയാളെ ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. ബ്രോക്കേഴ്സ് ത്രൂ, മാട്രിമോണി സൈറ്റ് ത്രൂ, റിലേറ്റീവ്സ് ത്രൂ ഒക്കെ ഒരുപാടധികം കല്യാണം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്നാൽ ആൾക്ക് പെണ്ണൊന്നും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പെണ്ണ് കിട്ടാത്തതിൻ്റെ വല്ലാത്തൊരു വിഷമം ആൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ആൾക്കൊരു റിക്വസ്റ്റ് വരികയാണ്. അത് വേറെ ആരുടെയും ആയിരുന്നില്ല, ആ വാണിയുടേതായിരുന്നു. അപ്പോൾ ആരാണ് ഒരു പെൺകുട്ടി എനിക്ക് റിക്വസ്റ്റ് കേൾക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ ആളത് അക്സെപ്റ്റ് ചെയ്യാണ്. അതിനുശേഷം ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല കമ്പനിയാവാണ്. അതിനുശേഷം ഇവർ മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ മീറ്റ് ചെയ്തു, അവർ ഡേറ്റിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കോഫി ഷോപ്പിലും പാർക്കിലും പല പല സ്ഥലങ്ങളിൽ അവർ കാണുകയാണ്. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം നല്ല രീതിയിൽ ഇഷ്ടമാവാണ്. ഇവരൊരു പ്രണയത്തിലോട്ട് എത്തുകയാണ്. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു ബന്ധം കൂടുതലായിട്ട് ദൃഢമാകുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. കിരൺ നോക്കുമ്പോൾ ആൾക്ക് 29 വയസ്സുണ്ട്, ഈ പെൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ 19 വയസ്സുള്ളൂ. ഏകദേശം 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആളിങ്ങനെ കല്യാണം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത്രയും നാളായിട്ട് ഒരു പെണ്ണ് സെറ്റായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദേവതയെ പോലെ വാണി വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു തോട്ടിൽ തന്നെയായിരുന്നു ആൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തൻ്റെ അടുത്ത് അത്രയും സ്നേഹവും തൻ്റെ അടുത്ത് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ തൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്തിടപഴകുന്നത് എന്നുള്ള തോട്ടൊക്കെ ആയിരുന്നു കിരൺ ഉണ്ടായിരുന്നത്. ആളെന്നാലും ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യമൊന്നും ആദ്യം അങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കല്യാണം കഴിക്കണം എന്നുള്ളൊരു തോട്ടിൽ തന്നെ ആളിങ്ങനെ നിൽക്കുന്ന സമയത്ത് വാണിയാണ് കല്യാണത്തിനെ കുറിച്ച് ഇയാളുടെ അടുത്ത് പറയുന്നത്. നമ്മളെന്തായാലും ഇത്രയും അടുത്തു, നമ്മൾ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തു, നമ്മൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെട്ടു, അപ്പോൾ നമ്മളെന്തായാലും ഒന്നായി. അപ്പോൾ ഇനി കല്യാണം കഴിക്കണ്ടേ? അതായത് എനിക്കിങ്ങനൊന്നും മുന്നേ പരിചയമില്ലാത്തതാണ്, ഇനിയിപ്പോൾ നീ എന്നെ പറ്റിച്ച് പോവോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞു ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല, നമുക്ക് എന്തായാലും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വാണി പറഞ്ഞു എനിക്ക് ആരുമില്ല, ഞാനൊരു അനാഥയാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്ന് പറഞ്ഞൊരു ഫാമിലി വേണമെന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിലേ തുടങ്ങിയുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ നീ നിൻ്റെ പാരൻസിൻ്റെ അടുത്ത് എന്തായാലും സംസാരിക്കും, നിൻ്റെ പാരൻസ് സമ്മതിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കല്യാണം നടക്കുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കും അതിന് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ നീ പാരൻസിനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ കല്യാണം കഴിക്കാം. എനിക്ക് ഹോസ്റ്റലിലൊക്കെ നിന്നും അടുത്തു, എനിക്കൊരു ഫാമിലിയുടെ കൂടെ നിൽക്കണം. എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു അമ്മായച്ചനെയും അമ്മായമ്മനെ പോലെ ആയിരിക്കില്ല ഞാൻ അവരെ കാണുക, എൻ്റെ സ്വന്തം അച്ഛനെ പോലെ അമ്മയെ പോലെ ആയിരിക്കും ഞാൻ കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജനിച്ച ആ ഒരു സമയത്ത് തുടങ്ങിയിട്ട് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീ വീട്ടിൽ സംസാരിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ കിരൺ ഈ ഒരു വിവരം വീട്ടിൽ സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു. കിരൺ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അതായത് താൻ കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു പെൺകുട്ടി ഇത്രയും സീരിയസ് ആയിട്ട് ഒരു വിവാഹത്തിൻ്റെ കാര്യം പറയുന്നത്. അതേപോലെ തന്നെ തൻ്റെ പേരൻസിനെ സ്വന്തം പേരൻസിനെ പോലെ കാണാമെന്നും ഒരു ഫാമിലിയുടെ സ്നേഹം വേണമെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആളൊക്കെ പാടെ ഫ്ലാറ്റായി പോയി. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിയുടെ വിവരം ആൾ തൻ്റെ പേരൻസിൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ കിരൺ തൻ്റെ പാരൻസിൻ്റെ അടുത്ത് തെലങ്കാനയിലുള്ള വാണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് താൻ പ്രണയത്തിലാണെന്നും അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ പാരൻസ് ചോദിച്ചു ആ പെൺകുട്ടിയുടെ ഫാമിലിയെ കുറിച്ച്. അപ്പോൾ കിരൺ പറഞ്ഞു അവൾ അനാഥയാണ്, ജനിച്ചു വളർന്ന ഒരു ഓർഫനേജിലാണ്, ഗവൺമെൻറ് ഹോസ്റ്റലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും കിരണിൻ്റെ പാരൻസ് പറഞ്ഞു അങ്ങനെയുള്ളൊരു പെൺകുട്ടിയെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരണോ? അതായത് നമുക്ക് ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല, ഒന്നും അറിയില്ല, അപ്പോൾ അത് ശരിയാവുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞൊരു മറുപടി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാളായിട്ട് എനിക്ക് വേണ്ടിയിട്ട് കല്യാണാലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, എന്നിട്ട് ഒരു പെൺകുട്ടി പോലും സെറ്റായില്ല. ഇതിപ്പോൾ കഷ്ടപ്പെട്ട് എന്നെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതിനെതിർക്കാനായിട്ട് വേറെ എന്താണ് ഒരു റീസൺ? ജസ്റ്റ് ഈ ഒരു കാര്യമല്ലാണ്ട് ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവം അത്രയും നല്ലൊരു സ്വഭാവമാണ്, നിങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം കൂടെ ഈ ഒരു കിരൺ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ പേരൻസ് എന്തായാലും ഈ ഒരു വാണിയെ കാണാനായിട്ട് തീരുമാനിച്ചു. പേരൻസ് എന്തായാലും വാണിയെ കാണാനായിട്ട് സമ്മതിക്കാനായിട്ടുള്ള വേറൊരു റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിയെക്കുറിച്ച് അങ്ങനെയായിരുന്നു കിരൺ അവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായത്. അതായത് കിരണിൻ്റെ പേരൻസ് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് നിർത്താമെന്നും പേരൻസിനെ വെറുപ്പിച്ചുകൊണ്ടുള്ള യാതൊരു കാര്യത്തിനും നമുക്ക് നിൽക്കണ്ടെന്നൊക്കെ വാണി ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, അവരുടെ വീട്ടിൽ വന്ന് നിന്ന് അവരെ സ്വന്തം അച്ഛനമ്മനെ പോലെ നോക്കണം, എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടി പറഞ്ഞത് അതേപോലെ കിരൺ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനും ചെറുതായിട്ടൊരു ചാഞ്ചാട്ടം വരികയാണ്. ഓക്കെ, ഇനിയിപ്പോൾ വേറെ റിലേറ്റീവ്സൊക്കെ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ.
വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ആദ്യം ഇവർ ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഫോണിലും മറ്റുമൊക്കെ സംസാരിച്ചു. പിന്നീട് ആ ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് അങ്ങോട്ട് എത്തുകയാണ്. എന്നിട്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് വിവാഹത്തിൻ്റെ ചിലവിനും മറ്റൊന്നും ആ പെൺകുട്ടിയുടെ കയ്യിൽ പൈസ ഒന്നുമില്ലല്ലോ, പഠിക്കുന്ന പെൺകുട്ടിയാണ്, അതേപോലെ തന്നെ വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കിരണിൻ്റെ പാരൻസ് ഏകദേശം 1 ലക്ഷം രൂപ വിവാഹ ചെലവിന് വേണ്ടിയിട്ട് ആ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുകയായിരുന്നു. പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നീ സ്വർണ്ണത്തിനെ കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഓർത്തിങ്ങായിട്ട് ടെൻഷൻ അടിക്കേണ്ട, ഏകദേശം ഒരു 35 പവൻ ഞങ്ങൾ തന്നെ നിനക്ക് ഇടാം. അപ്പോൾ പിന്നെ വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് കല്യാണമൊക്കെ കഴിക്കാം, അതിനുശേഷം നാട്ടിൽ വന്നിങ്ങായിട്ട് സുഖമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും, ഒന്നുകൊണ്ട് നീ പേടിക്കേണ്ട എന്നുള്ളൊരു കാര്യമായിരുന്നു കിരണിൻ്റെ പാരൻസ് വാണിയുടെ അടുത്ത് പറഞ്ഞത്. ഇതൊക്കെ കൂടെ കേട്ട് വാണി ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഒരാൾ ഇങ്ങനെ അവരെ സ്നേഹിക്കും എന്നുള്ളത് ആ ഒരു സമയത്ത് അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലെയായിരുന്നു അവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ. അതുപോലെ തന്നെ വാണി കിരണിൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് വെക്കാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജനിച്ചു വളർന്ന ഒരു ശ്രീകാകുളത്ത് ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്, അവിടെ വെച്ച് അവരുടെ കല്യാണം നടത്തണം എന്നുള്ളതായിരുന്നു ആ റിക്വസ്റ്റ്. അതിൻ്റെ ഒരു കാരണം പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഈ പെൺകുട്ടി സ്ഥിരമായിട്ട് ആ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. തനിക്കൊരു നല്ല ജീവിതം വേണമെന്നും തനിക്ക് നല്ലൊരു ഫാമിലി വേണമെന്നും തനിക്ക് നല്ലൊരു പയ്യൻ വേണമെന്നുള്ളതായിരുന്നു അത്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ നടയിൽ വെച്ച് ഇങ്ങനെ താലി കെട്ടാം എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും തനിക്ക് നല്ലൊരു ജീവിതം വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ താലി കെട്ടണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം, അതിന് എതിർപ്പുണ്ടാവരുത് എന്നുള്ള കാര്യം ഈ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പാരൻസിന് ഹാപ്പിയായി. ഓക്കെ, ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുന്ന നല്ല ദൈവഭക്തിയുള്ള അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെറുപ്പത്തിലേ തുടങ്ങി ആഗ്രഹിച്ചിട്ട് അങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ കല്യാണം നടക്കണം എന്നുള്ളൊരു ആഗ്രഹം ആ ഒരു പെൺകുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എതിർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെ ഞാനും എന്താ പറയുക, കിരണും സ്ഥിരമായിട്ട് ആ ഒരു അമ്പലത്തിൽ പോവാറുള്ളത് കൂടിയാണെന്നുള്ളത് കൂടി പെൺകുട്ടി കൂട്ടിച്ചേർത്തപ്പോൾ പാരൻസ് ഡബിൾ ഓക്കെ ആയി. അങ്ങനെയാണ് ആ ഒരു അമ്പലത്തിൽ വെച്ചിങ്ങേറ്റ് കല്യാണം നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ആരും ഉണ്ടായിരുന്നില്ല, കാരണം ആ ഒരു പെൺകുട്ടി ഓർഫനാണല്ലോ. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ കിരണിൻ്റെ ഫാമിലിയും ഒരു 10, 30, 40 പേരും കൂടെ ആയിരുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി ഈ ഒരു പെൺകുട്ടിക്ക് 35 പവൻ്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിനുശേഷം ആ ഒരു അമ്പലത്തിൽ പോയങ്ങായിട്ട് താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ട്രെയിൻ കയറിയിട്ട് ഇവർ നേരെ കർണാടകയിലോട്ട് വരുന്നതിൻ്റെ ഇടയിലാണ് ഈ പെൺകുട്ടി മിസ്സാവുന്നത്. അങ്ങനെ കിരണിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് പോലീസുകാർ കേട്ടു. അതിനുശേഷം വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലത്തെ CCTVയും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അവർ ചെക്ക് ചെയ്യുമ്പോൾ കിരണൊക്കെ പോയ ആ ഒരു ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ട്രെയിൻ മൂവ് ആവുന്നുണ്ട്. ട്രെയിൻ അങ്ങനെ എടുത്ത് കുറച്ച് സ്പീഡാവുന്ന ആ ഒരു ടൈമിൽ ഒരു സ്ത്രീ ട്രെയിനിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് ചാടുകയാണ്. ആ ഒരു സമയത്ത് അവിടെ ഒരു റെയിൽവേ പോലീസ് ഉണ്ടായിരുന്നു. ആൾ അവരെ പിടിച്ചിങ്ങേറ്റ് ഒന്ന് വലിച്ചു മാറ്റി. ചിലപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ അടിയിൽ പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ സംസാരിക്കുന്നതിൻ്റെ വിഷ്വലും ആ ഒരു CCTVയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതിൻ്റെ ഒരു വിഷ്വലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു പെൺകുട്ടിയെ വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതല്ല എന്നുള്ളത് പോലീസിന് തീർച്ചയായി ആ ഒരു പെൺകുട്ടി സ്വമേധയാ അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ ഇവരെല്ലാവരും കാണുകയാണ്. അപ്പോൾ പോലീസുകാർ ഇവരുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ റെയിൽവേ പോലീസാണ്, റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ റെയിൽവേ ട്രാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഒരു പരിധിയിൽ വരുന്നത്. ഇതിപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച സ്ഥലത്ത് പോയിട്ട് ഒരു കേസ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ നേരെ തന്നെ ഇവർ ആ ഒരു ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അതിനോടകം തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ വെയർ അബൌട്ട്സൊക്കെ തപ്പുന്നതിന് വേണ്ടിയിട്ട് ഈ കിരണിൻ്റെ റിലേറ്റീവ്സ് അവരുടെ ഹോൾഡും കാര്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ കല്യാണമാണെന്നോ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോസും മറ്റൊക്കെ വെച്ചിങ്ങായിട്ട് അവർ ലോക്കലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഇവർ ഇതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ടായത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചാടിയ സമയത്ത് ഒരു പോലീസ് ഓഫീസർ അവരെ പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അതിനുശേഷം ആ പോലീസ് ഓഫീസർ അവരെ ചീത്ത പറയാണ്. അപ്പോൾ അവർ ഈ പോലീസ് ഓഫീസറോട് പറഞ്ഞ കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തനിക്ക് ഇവിടെ ആയിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത്, ട്രെയിനിലിരുന്ന് താൻ ഉറങ്ങിപ്പോയി, പെട്ടെന്ന് തന്നെ ട്രെയിൻ മൂവ് ആയപ്പോഴാണ് തനിക്ക് സ്റ്റോപ്പ് എത്തിയ കാര്യം മനസ്സിലായത്. എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തണം, ഹോസ്പിറ്റലിൽ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സർജറി നടത്താനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നുണ പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് ആ പെൺകുട്ടി എസ്കേപ്പ് ആയിട്ടുണ്ടായത്. അപ്പോൾ പർപ്പസ്ഫുള്ളി ഇവരുടെ അടുത്ത് നിന്ന് ചാടിപ്പോയതാണ് എന്നുള്ള കാര്യം 100% മനസ്സിലാക്കിയതിന് ശേഷമാണ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്.
അപ്പോൾ അവിടെ എത്തി ഇവർ ഇതേപോലെ കംപ്ലൈൻറ്റ് കൊടുത്തു. ഇതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടി ഇവരെ പറ്റിച്ചു പോയാണെന്ന് മനസ്സിലായ സമയത്ത് ആ 35 പവനും അതേപോലെ തന്നെ ആ ഒരു 1 ലക്ഷം രൂപയും റിക്കവർ ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിനോടൊപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ലോക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ അവരെ അന്വേഷിക്കുന്നതും. അങ്ങനെ ശ്രീകാകുളത്തെ ഇച്ചാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നതെന്നുള്ളത് ഇവർ കണ്ടെത്തുകയാണ്. അതിനുശേഷം ഈ കിരണിൻ്റെ റിലേറ്റീവ്സ് നേരെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട് സ്കെച്ച് ചെയ്ത് അങ്ങോട്ട് എത്തുകയാണ്. അവിടെ എത്തി ഡോറിൽ നോക്ക് ചെയ്തപ്പോൾ ഡോർ തുറന്നത് വേറൊരു സ്ത്രീയായിരുന്നു. സന്ധ്യ എന്നായിരുന്നു അവരുടെ പേര്. അപ്പോൾ അവരുടെ അടുത്ത് വീടിൻ്റെ അകത്ത് വാണിയുണ്ടോ, ഞങ്ങളുടെ മകനുമായിട്ട് കല്യാണം കഴിഞ്ഞതാണ്, അവരായിട്ട് സംസാരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞപ്പോൾ ഈ സന്ധ്യ അവരെ കണ്ടമാനം ചീത്ത പറയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? വെറും 19 വയസ്സുള്ള എൻ്റെ മകളെ നിങ്ങൾ ഇതേപോലെ തന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിച്ചിങ്ങായിട്ട് അവൾക്ക് അയാളുടെ ആ ഒരു പെട്ട സീൻ മനസ്സിലായപ്പോൾ തിരിച്ചു വന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് കയറി കഥ പറയണം, നിങ്ങൾ കണ്ണി കണ്ട നാട്ടുകാർ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് കാണിക്കാനാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശപ്പെട്ട രീതിയിലും ആ ഒരു സ്ത്രീ ഇവരുടെ അടുത്ത് പെരുമാറാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ആ പെൺകുട്ടിനെയും ഒന്നും ഇനി വേണ്ട, ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ ഒരു 35 പവൻ ഗോൾഡും അതേപോലെ തന്നെ ആ 1 ലക്ഷം രൂപയും തിരിച്ചു തരാനായിട്ട് പറയാണ്. അപ്പോൾ സന്ധ്യ പറഞ്ഞു നിങ്ങൾക്ക് ഗോൾഡും ഇല്ല പൈസയില്ല ഒന്നുമില്ല, ഇവിടെ നിന്ന് വിട്ടുപോക്കോളാനായിട്ട് പറയാണ്. അങ്ങനെ അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവരവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ട് ഈ വിവരം കൂടെ പോലീസിനെ അവർ ധരിപ്പിക്കുകയാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പിറ്റേ ദിവസം തന്നെ ആ ഒരു സ്ത്രീയുടെ വീടിൻ്റെ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട് പൂട്ടിക്കിടക്കുന്നതായിരുന്നു. അതിനുശേഷം പോലീസുകാർ വാണിയെയും സന്ധ്യയെയും വല വിരിച്ച് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അവർ കറക്റ്റ് സമയത്ത് എസ്കേപ്പ് ആയപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയും ഇവരെ പറ്റിച്ച് ഏകദേശം 35 പവനും 1 ലക്ഷം രൂപയും അടിച്ചിട്ട് മുങ്ങിയതാണെന്നുള്ളത് പോലീസിന് തീർച്ചയായി. അതേപോലെ തന്നെ ഇവരുടെ കല്യാണ ഫോട്ടോയിൽ ആ വാണിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിങ്ങായിട്ട് ഇവർ പോസ്റ്റർ അടിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പബ്ലിക് ആക്കുകയും ചെയ്തു. ആ ഒരു പെൺകുട്ടി ഭയങ്കര ഫ്രോഡാണെന്നും ആ പെൺകുട്ടിയുടെ എന്തെങ്കിലും വേറെ ബോട്ട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയായിരുന്നു. ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നു. അതേപോലെ തന്നെ ഇവർ വേറെ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പോലീസുകാരിങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് വേറെയും കുറേ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടതിന് ശേഷം നാഗി റെഡ്ഡി അതേപോലെ തന്നെ ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന 2 പേര് പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. ഇവരെ 2 പേരെയും കല്യാണം കഴിച്ച് ഈ പെൺകുട്ടി പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കുറച്ച് ലക്ഷങ്ങൾ അടിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അന്വേഷിച്ച് വന്നപ്പോൾ ഏകദേശം 8ഓളം പുരുഷന്മാരെ ഇവർ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഏകദേശം ഒരു 19 വയസ്സായിരുന്നല്ലോ പ്രായം. അപ്പോൾ ഇത്രയും ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്താ പറയുക മൈനറായ സമയത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇതേപോലെ തന്നെ തനിക്ക് 19 വയസ്സാണ് 20 വയസ്സാണ് 18 വയസ്സാണെന്നൊക്കെ പറഞ്ഞങ്ങായിട്ട് പല പുരുഷന്മാരെയും പറ്റിച്ചങ്ങായിട്ട് ഇതേപോലെ പൈസ അടിക്കാനായിട്ട് അവർ ആ ഒരു ടൈം തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ എല്ലായിടത്തും താൻ അനാഥയാണെന്നുള്ളൊരു സ്റ്റോറി ആയിരുന്നില്ല കേട്ടോ വാണി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ താൻ വളരെ പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടിയാണെന്നും തനിക്കൊരു അമ്മ മാത്രമേ ഉള്ളൂ എന്നും അമ്മ കൂലിപ്പണിക്ക് പോയിട്ടും തയ്യൽ മെഷീനിട്ട് തയ്ച്ചിട്ടൊക്കെയാണ് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുന്നതെന്നും അതായത് കല്യാണമൊന്നും കഴിപ്പിച്ച് വിടാനുള്ള ഒരു സ്ഥിതിയൊന്നും ഇല്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്നേക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റോറിയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ അമ്മയും മകളെയും പയ്യൻ്റെ വീട്ടുകാർ മിക്കവാറും മീറ്റ് ചെയ്തിരുന്നത് അമ്പലത്തിൻ്റെ അവിടെ വെച്ചായിരുന്നു. ഇവരേതെങ്കിലും ഒരു അമ്പലം പറയും അങ്ങോട്ട് വരാനായിട്ട് പറയും. അപ്പോൾ അമ്പലത്തിൽ വെച്ചിങ്ങായിട്ട് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ശുഭകാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മംഗളകരമായിട്ട് നടക്കും എന്നുള്ളൊരു തോട്ടിൽ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടായിരുന്നു അമ്പലത്തിൻ്റെ അങ്ങോട്ട് ഇവരൊക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഈ അമ്മയും മകളെയും കണ്ട് സംസാരിച്ച് അവരുടെ ആ ഒരു എന്താ പറയുക അത്രയും നല്ല സംസാരത്തിലൊക്കെ വീണ് പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെയായിരുന്നു മിക്കവാറും ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് പെണ്ണന്വേഷിച്ചിട്ട് കിട്ടാത്ത ആളുകളായിരുന്നു. മാട്രിമോണി സൈറ്റിലും മറ്റുമൊക്കെ നോക്കുന്ന സമയത്ത് ഇവർക്ക് കറക്റ്റായിട്ട് തോന്നുന്ന ആളുകൾ, അതായത് കുറേ നാളായിട്ട് പെണ്ണന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല, എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നുള്ള ആളുകളായിരുന്നു കറക്റ്റായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസുകാരെ എങ്ങനെയൊക്കെ വാണിയെയും സന്ധ്യയും അന്വേഷിച്ചിട്ടും അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. എന്നാൽ വാണിയുടെ കുറച്ച് റിലേറ്റീവ്സിനെ പോലീസുകാർക്ക് കണ്ടെത്താനായിട്ട് പറ്റി. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ പിന്നെയും പോലീസിന് മനസ്സിലാവുന്നത്. ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർ വാണിയുടെ അമ്മയൊന്നുമല്ല, അവർ വാണിയുടെ ആൻറ്റിയാണ്. വാണിയുടെ പേരൻസ് വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വാണി പല റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ആയിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ആൻറ്റിയുടെ വീട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ആൻറ്റി നോക്കുമ്പോൾ വാണിനെ വെച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു തോട്ടിലോട്ട് അവരെത്തുകയാണ്. അതിനുശേഷം വാണി അവർ ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള വിവാഹ തട്ടിപ്പിൻ്റെ പ്ലാൻ കാര്യങ്ങളൊക്കെ ഇവർ 2 പേരും കൂടെ സെറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഒരു ടാർഗറ്റ് ചെയ്തിരുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാട്രിമോണി സൈറ്റിലും മറ്റൊക്കെ കയറി കുറേ നാളായിട്ട് കല്യാണം കഴിയാത്ത ആൾക്കാർ ഒരു നൈസായിട്ട് ട്രാപ്പ് ആക്കും, എന്നിട്ട് ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കും. പിന്നെ അതേപോലെ തന്നെ ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും. അതിനുശേഷം പറഞ്ഞ പോലെ തന്നെ അവർ ഫിസിക്കലി ഇൻറ്റിമേറ്റ് ആവും. ഇത്രത്തോളമൊക്കെ ആകുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തുള്ള ആ ഒരു വിശ്വാസം ഇവർക്ക് ഭയങ്കരമായിട്ട് കൂടും. അതിനുശേഷം അവർ എന്താ പറയുക, അവരുടെ സങ്കടങ്ങളും അതും ഇതുമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ അഭിനയിച്ച് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, അതേപോലെ തന്നെ കല്യാണം കഴിച്ച് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എനിക്കാണെന്നുണ്ടെങ്കിൽ ആരുമില്ല, ആകെപ്പാടെ ഒരു അമ്മ മാത്രമാണുള്ളത്, അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിലയിടത്ത് പറയും. ചില സ്ഥലങ്ങളിൽ ഞാൻ അനാഥയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതിനുശേഷം ഈ ആൺപിള്ളേരുടെ സിമ്പതിയും കാര്യങ്ങളൊക്കെ പിടിച്ച് പറ്റി പിന്നെ അവരുടെ അടുത്ത് വേറൊരു കാര്യം കൂടി ഇവർ പറയും, അതായത് പാരൻസിൻ്റെ സമ്മതം ഇല്ലാണ്ട് നമ്മളെ കല്യാണം നടക്കില്ല എന്നുള്ളതും. കാരണം എന്താണ്, പാരൻസിൻ്റെ സമ്മതം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമല്ലേ കുറച്ച് ഗോൾഡൊക്കെ അവർ ഇടുകയുള്ളൂ, അതേപോലെ തന്നെ കുറച്ച് ഫണ്ടൊക്കെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫണ്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് പാരൻസിൻ്റെ സമ്മതം ഇല്ലാണ്ട് കല്യാണം നടക്കൂല എന്നുള്ളൊരു സ്റ്റാൻഡിൽ വാണി ഉറച്ച് നിൽക്കാറ്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അവർ കുറച്ച് നാളുകൾ നിന്നിട്ടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിൽ. എന്നിട്ട് എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ അവിടെ തലമാരിയും കാര്യങ്ങളൊക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ഫണ്ടും ലോക്കറിലുള്ള ഗോൾഡും ഒക്കെ എടുത്തിട്ട് ഇവർ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവർക്ക് പറ്റാവുന്ന സാധനങ്ങളെല്ലാം തന്നെ മോഷ്ടിച്ചിട്ടും അതേപോലെ തന്നെ എന്താ പറയുക കൈക്കലാക്കിയിട്ടുമായിരുന്നു കടന്നു കളഞ്ഞിട്ടുണ്ടായത്. യെസ്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള വിവാഹ തട്ടിപ്പായിരുന്നു വാണിയും അതുപോലെ തന്നെ സന്ധ്യയും കൂടെ നടത്തിയിരുന്നത്. പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആമ്പിള്ളേരെ അവർ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. തെലുങ്കാന, കർണാടക, ഒറീസ, ഈവൻ കേരളത്തിൽ നിന്ന് ഒരാൾ വരെ ഉണ്ടെന്ന് ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി 100-ലേറെ പവനും ലക്ഷക്കണക്കിന് രൂപയും ഇവർ മോഷ്ടിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതുവരെ അവരെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. പോലീസുകാർ അവർക്ക് വേണ്ടിയിട്ട് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സീനിൽ പെട്ട ആളുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാരും ആ ഒരു പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ആ ഒരു മോഹന വാഗ്ദാനങ്ങളിലും അതേപോലെ തന്നെയുള്ള പഞ്ചാര വർത്താനത്തിലൊക്കെ വീണിട്ട് കല്യാണം കഴിച്ച് ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു തോട്ടിലാണ് ഇവരെല്ലാം തന്നെ പെട്ടുപോയിട്ടുണ്ടായത് അല്ലേ. പിന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.